ശുശ്രൂഷയിലായിരിക്കുമ്പം കോപിക്കുന്നവരുണ്ട്. നിങ്ങളോടൊരു വാക്ക് അല്ലേ, അവർ ചെയ്യാൻ പാടില്ലാത്തത് അയാൾ ചെയ്യാൻ പോകുന്നത്, അതാ വിലക്കി നോക്കി. പക്ഷേ എന്ത് ചെയ്തു? ആ ധൂപകലശവും പിടിച്ചുകൊണ്ടങ്ങ് കോപിക്കുക. കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ ധൂപപീഠത്തിൻ്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുക അവൻ്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. കണ്ടോ, നേരത്തെ ഒരാളുടെ കുഷ്ഠം പോയത് കണ്ടു, ഇവിടെ ഒരാൾക്ക് കുഷ്ഠം വന്നു. പക്ഷേ ആ കുഷ്ഠം വന്നത് എപ്പോഴാണ് ശ്രദ്ധിച്ചോ? കോപിച്ചുകൊണ്ടിരിക്കെ തന്നെ. ഈ കോപം അറിയാൽ ഇവിടെ ഇങ്ങനെ ഡോക്ടേഴ്സ് പറയും, ഇഫ് യു ഹാവിങ് എ പ്രോബ്ലം വിത്ത് എൻ ഇഷ്യൂ വിത്ത് ആങ്കർ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ എഫക്റ്റ് യുവർ ബോഡി. അതിന് ഒരു സംശയം വേണ്ട. അതിലൊന്ന് നിങ്ങളുടെ ലങ്സാണ്, നിങ്ങളുടെ ശ്വാസം മുട്ട്. 2 നിങ്ങളുടെ ഡെമറ്റോളജിക്കൽ ഇഷ്യൂസ്, സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോണം. കോപം ഒരു വലിയ കാരണമെന്നാണ് പറയുന്നത്. ഈ സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും അത് തീർച്ചയായിട്ടും വേറൊരു ഭാഗം. ഈ കോപം, നിരന്തരം കോപിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിലെ ചില അവസ്ഥകളുമായിട്ടും ചില ചേർച്ചയുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയേ, കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു പാഠം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. കോപം അതൊരു ഒരു ഇമോഷണൽ ഇഷ്യൂ മാത്രമല്ല, ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് അവർ ഹെൽത്ത്.